ഒരാൾ കുറെ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എൻജിഒയിൽ നിന്നും സിറോക്സ് എടുത്ത് ഗ്രേ കളർ എസ്റ്റീം കാറിൽ കയറി അയാളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തും. അയാളും അയാളുടെ ഭാര്യയും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇയാൾക്ക് അത്യാവശ്യം സമ്പത്തുള്ളതിനാൽ ആ സ്ത്രീയുടെ അച്ഛൻ നിർബന്ധിച്ച് അവരെ കൊണ്ട് ഇയാളെ കല്യാണം കഴിപ്പിച്ചതായിരുന്നു. അന്ന് തൊട്ടേ ആ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. ആ ലേഡിക്ക് വേറെ ഒരാളുമായി സ്നേഹബന്ധമുണ്ടായിരുന്നു. അതിനാൽ അവരെ രണ്ടുപേരെയും ഇയാൾ തന്നെയാണ് കൊന്നത്. അതിനുശേഷം ഇയാളുടെ ഭാര്യയെ പോലെ കവളിൽ നുണക്കുഴിയുള്ള ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കൊല്ലുന്നതായിരുന്നു ഇയാളുടെ വിനോദം. അയാൾ കൊലപാതകത്തിന് വേണ്ടിയുള്ള സകല സാധനങ്ങളും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങും. അതേസമയം പ്രകാശ് എസ്പിയോട് കൊല്ലപ്പെട്ട കെന്നഡി പറഞ്ഞ സീരിയൽ കില്ലറുടേതെന്ന് സംശയിക്കാവുന്ന കാർ താനൊരു വർക്ക്ഷോപ്പിൽ കണ്ടിട്ടുള്ള കാര്യം അറിയിക്കും. പ്രകാശും എസ്പിയും വർക്ക്ഷോപ്പിലെത്തി വർക്ക്ഷോപ്പ് ഓണറേയും കൂട്ടി കില്ലറുടെ വീട്ടിലേക്ക് തിരിക്കും. അവർ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ പരിശോധിച്ചപ്പോൾ പ്രകാശിന് ഈ നാളുകൾക്കിടയിൽ പിന്നിൽ നിന്നും കഴുത്ത് മുറുക്കി കൊല്ലപ്പെട്ട സകല പെൺകുട്ടികളെയും അവർ മരിക്കുന്നതിന് തൊട്ടു മുന്നേ എടുത്ത ഫോട്ടോസ് കിട്ടും. പ്രകാശിനും എസ്പിക്കും ഉറപ്പായി ഇയാൾ തന്നെയാണ് കൊലപാതകി. മാത്രമല്ല പ്രഷർ പോയിന്റ് അറ്റാക്കിംഗ് പഠിക്കാനായിട്ട് കഴുത്തിൽ മാർക്ക് ചെയ്ത രീതിക്കൊരു ഡമ്മിയും അവിടെ ഉള്ളതായി അവർ കണ്ടെത്തും. അവർ അവിടെ പരിശോധിച്ചപ്പോൾ കില്ലർ കുറച്ച് ദിവസങ്ങളായി ഒരേ സമയത്ത് സ്ഥിരം ഒരു കോഫി ഷോപ്പിൽ പോയതിന്റെ ബില്ല് കിട്ടും. അവിടെ നിന്നും കിട്ടിയ കില്ലറുടെ ID കാർഡും എടുത്ത് പ്രകാശും എസ്പിയും കോഫി ഷോപ്പിലേക്ക് തിരിക്കും.